ഹായ് ഫ്രണ്ട്സ്, ജെസീസ് മാജിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ദുബായിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞാൻ വീഡിയോയായി അവതരിപ്പിക്കുന്നത്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമോൺ. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിൽ നിന്ന് മറീനയ്ക്ക് വിട്ട്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് വലിയ റോഡിലൊന്നും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻഫിനിറ്റി പിടിച്ചെടുത്താണ് ഞങ്ങൾ പോയത്. അങ്ങനെ മറീനയിലെത്തി. മറീനയുടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറീനയുടെ ഈ ഭാഗത്തെത്താൻ പറ്റുന്നുണ്ട്. അവിടെ ഒരുപാട് നല്ല നല്ല ബിൽഡിങ്ങുകളും അതുപോലെ നല്ല നല്ല സ്ഥലങ്ങളുമാണ്. നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് പോവേണ്ടത് മറീന ബ്ലൂ വാട്ടറിലേക്കാണ്. അപ്പോൾ ബ്ലൂ വാട്ടറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു യാട്ടുണ്ട് RTയുടെ. അത് നമ്മുടെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ യാട്ട് വഴി നമുക്ക് മറീന ബ്ലൂ വാട്ടറിൽ എത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ആ കനാലിലുള്ള യാത്രയിൽ നല്ല മനോഹരമായ കാഴ്ചകൾ ഉണ്ടെങ്കിലും പക്ഷേ എനിക്ക് എൻ്റെ ക്യാമറയിലൂടെ അങ്ങനെ പകർത്താൻ പറ്റിയില്ല. കാരണം രാത്രി ആയതുകൊണ്ടും അതുപോലെ എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റിയുടെ പ്രശ്നം കാരണം കൊണ്ടും എനിക്കത്ര നല്ല രീതിയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇടയ്ക്കൊക്കെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഈ യാത്ര നമ്മുടെ മനസ്സിന് വല്ലാതെ ഒരു ആശ്വാസം നൽകുന്ന ഒന്നാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നു, ഫോട്ടോസൊക്കെ എടുത്തു. റീൽസൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ചെറിയ സ്നാക്കൊക്കെ കഴിച്ച് ബ്ലൂ വാട്ടറിൻ്റെ മനോഹരമായ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ കറങ്ങി നടന്നു. അതിമനോഹരമായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും. ഒരുപാട് പ്രൈവറ്റ് യാട്ടുകളുണ്ട്. അതിന് സെപ്പറേറ്റ് നമ്മുടെ ഏകദേശം 700 സീസൺ അനുസരിച്ചാണ് അവിടുത്തെ പ്രൈസ്. 400 മുതൽ 700 വരെ ഒക്കെ ഉണ്ട് എന്നാണ് അവിടെയുള്ള ക്യാപ്റ്റൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇടവേള കിട്ടുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പ്രൈവറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രൈവറ്റായിട്ട് യാട്ടെടുത്തിട്ട് കറങ്ങാൻ പറ്റും. നല്ല ബർത്ത്ഡേ പാർട്ടീസോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ കുറേ കൂടുതലായിട്ടൊന്നും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തില്ല. കാരണം പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളത് കാരണം പെട്ടെന്ന് തിരിച്ചു വരേണ്ടതുള്ളത് കൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ മാത്രം വിസിറ്റ് ചെയ്ത് നേരെ ഞങ്ങൾ തിരിച്ചു വന്നു.